2020 ലോകകപ്പ് പോരാട്ടങ്ങൾ ആവേശകരമായി മുന്നോട്ട് പോവുകയാണ്. കിരീട ഫേവറേറ്റുകളും ആതിഥേയരുമായ ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യ 2 മത്സരവും ജയിച്ച ഇന്ത്യ പാകിസ്ഥാനെയും മറികടന്ന് ഗ്രൂപ്പ് തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ 2 മത്സരവും ഇന്ത്യ ജയിച്ചെങ്കിലും ശരിയായ അഗ്നിപരീക്ഷണം വരാനിരിക്കുകയാണ്. 15-ന് കൊളംബോയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പോരാട്ടം തീ പാറുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ നിർണായക മാറ്റങ്ങൾ പാകിസ്ഥാനെതിരെ പ്രതീക്ഷിക്കാം. പാകിസ്ഥാനെതിരെ സ്പിൻ സൗഹൃദ പിച്ചായിരിക്കും കൊളംബോയിൽ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇന്ത്യക്കും പാകിസ്ഥാനും എളുപ്പമായിരിക്കില്ല. ഇന്ത്യ പാകിസ്ഥാനെതിരെ പ്ലേയിങ് 11-ൽ എന്തു മാറ്റം വരുത്തുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അഭിഷേക് ശർമ്മ പാകിസ്ഥാനെതിരെ കളിക്കാൻ സാധ്യത കുറവാണെന്ന സൂചനകളാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നൽകുന്നത്. അഭിഷേക് ശർമ്മ ഇല്ലാത്ത പക്ഷം ഇഷാൻ കിഷനും സഞ്ജു സാംസണും ചേർന്ന് തന്നെ പാകിസ്ഥാനെതിരെ കളിച്ചേക്കും. അഭിഷേക് ശർമ്മ ടീമിലെത്തിയാലും സഞ്ജു സാംസണിനെ സീറ്റ് നിലനിർത്താൻ സാധ്യതകളുണ്ട്. അഭിഷേക് ശർമ്മ കളിക്കുമെന്ന സൂചന തിലക് വർമ്മ പങ്കുവച്ചിട്ടുണ്ട്. അവൻ പരിശീലനം ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് തിലക് പറഞ്ഞത്. എന്നാൽ അഭിഷേക് തിരിച്ചെത്തുമ്പോൾ സഞ്ജുവിനോടൊപ്പം ഓപ്പൺ ചെയ്യിപ്പിച്ച് ഇഷാൻ കിഷനെ 3-ാം നമ്പറിലേക്ക് കൊണ്ടുവന്നേക്കും. തിലക് വർമ്മയ്ക്ക് ഉയർന്ന പ്രകടനശേഷിയിൽ കളിക്കാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ 5-ാം നമ്പറിലേക്ക് തിലകിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ മാറ്റാൻ സാധ്യതയുണ്ട്. മോശം ഫോമിലുള്ള റിങ്കു സിംഗിനെ പാകിസ്ഥാനെതിരെ കളിപ്പിച്ചേക്കില്ല. മികച്ച സ്കോർ നേടാൻ റിങ്കു സിംഗിന് സാധിക്കുന്നുമില്ല. ഡെത്ത് ഓവറിലടക്കം താരം പതറുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ റിങ്കു സിംഗിനെ പുറത്തിരുത്താൻ സാധ്യത ഏറെയാണ്. റിങ്കു സിംഗിനെ പുറത്തിരുത്തിയാൽ ഇന്ത്യ സഞ്ജു സാംസണെ പ്ലേയിങ് 11-ൽ നിലനിർത്തുകയോ അല്ലാത്ത പക്ഷം വാഷിംഗ്ടൺ സുന്ദറിന് അവസരം നൽകുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. കൊളംബോയിലെ സാഹചര്യം സ്പിന്നിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സ്പിൻ കരുത്ത് ഉയർത്തേണ്ടതായുണ്ട്. എന്നാൽ ബാറ്റിംഗ് കരുത്ത് ചോരാതെ നോക്കുകയും വേണം. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സുന്ദറിനെ പരിഗണിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ഇന്ത്യ 2 തന്ത്രപരമായ നീക്കങ്ങൾ നടത്താനാണ് സാധ്യതയുള്ളത്. ഒന്നാമത്തെ കാര്യം സഞ്ജു സാംസണെയും വാഷിംഗ്ടൺ സുന്ദറിനെയും കളിപ്പിച്ച് റിങ്കു സിംഗിനെയും അർഷദീപ് സിംഗിനെയും പുറത്തിരുത്തണം എന്നതാണ്. രണ്ടാമത്തെ കാര്യം റിങ്കുവിനെയും സഞ്ജുവിനെയും പുറത്തിരുത്തി പകരം സുന്ദറിനെയും അഭിഷേകിനെയും കളിപ്പിക്കണം എന്നതാണ്. അഭിഷേകിൻ്റെ ഫിറ്റ്നസ് അനുസരിച്ചാവും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും പാകിസ്ഥാൻ്റെ സ്പിൻ കരുത്തിനെ ഇത്തവണ ഇന്ത്യക്ക് ഭയക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായ പദ്ധതികളോടെ പോകാത്ത പക്ഷം തിരിച്ചടി നേരിടാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇത്തവണ പാകിസ്ഥാൻ ഇന്ത്യക്ക് വലിയ വെല്ലുവിളി തീർക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 പരിശോധിക്കാം. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി എന്നിവരാകും വലിയ മാറ്റങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ഇറങ്ങുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.